ഹലോ. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. മഴക്കാലമാണ്, മഴക്കെടുതികൾ ഇഷ്ടംപോലെ പല പല ഭാഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട്, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫേസ്ബുക്കിൽ നിന്നാട്ടോ, മെസ്സഞ്ചറിൽ വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം, എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച്. എനിക്കെന്താണെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ നഴ്സിംഗ് ഫീൽഡിലായതുകൊണ്ട് നമ്മൾ ഹോസ്റ്റൽ അങ്ങനെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ പകർച്ചവ്യാധികളൊക്കെ വന്നാലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നവർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലിയിലുള്ളവർ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഒരിക്കലും മഴയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കാൻ പറ്റില്ല. പിന്നെ ചിലവർക്ക് മഴക്കാലം എന്ന് പറയുന്നത് ഒരു റിലാക്സേഷൻ പീരീഡ് ആയിരിക്കാം. കാരണം അതുവരെ പണിയെടുത്ത് ഇനിയിപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും, നമ്മൾ പലരും എന്ന് പറയുന്നത് രണ്ടറ്റവും ജീവിതത്തിന് കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവരായിരിക്കാം. പക്ഷേ ഇതൊക്കെ നിലനിൽക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അവസ്ഥ ഇങ്ങനെയാണ്. സോ അത് മനസ്സിലാക്കി കരുതലെടുത്ത് മുന്നോട്ട് പോകും. മഴ പെയ്യുന്ന സമയത്തും കാറ്റ് വീശുന്ന സമയത്തും വിറകൊക്കെ ചാടുമ്പോൾ അതെടുക്കാൻ പോവുക, വെള്ളത്തിൽ കളിക്കാൻ പോവുക, അവിടെ ഇവിടെ തോട്ടിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ അത് കംപ്ലീറ്റ്ലി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അറിയാലോ, ഉരുൾപൊട്ടലുണ്ടാവുന്ന എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല ഇപ്പോൾ. കാരണം പ്രതീക്ഷിക്കാത്ത പല പല സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നു, ഉരുൾപൊട്ടലുണ്ടാവുന്നു. അതുപോലെ തന്നെ കാറ്റത്ത് ഈ വിറക് പറക്കാൻ പോകുന്ന ശീലമുള്ളവരാണെങ്കിൽ അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് പരമാവധി സേഫായിട്ട് ഇരിക്കുക, ശ്രദ്ധിക്കുക, പുറത്തോട്ട് പോകുന്ന ഒരു കരുതലെടുക്കുക. പിന്നെ എന്നെ തിരക്കിയ, ഞാൻ എവിടെയാണ് എന്താണെന്ന് അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി. പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്, കഴിഞ്ഞു. നമ്മളിപ്പോൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.